ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിലുള്ള ഒരു ബർത്ത്ഡേ ഫ്രോക്കാണ്. ഇത് 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നെറ്റ്, സാറ്റിൻ മെറ്റീരിയൽ, അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങുമാണ്. 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമ്മൾ നെറ്റ് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് 8 മീറ്റർ ആണ്. കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രോക്കിൻ്റെ ഫ്രിൽസുകളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സാറ്റിൻ മെറ്റീരിയലാണ്. സാറ്റിൻ മെറ്റീരിയൽ 2 മീറ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന സാറ്റിൻ മെറ്റീരിയലിന് 60 ഇഞ്ച് വിഡ്ത്തുള്ള സാറ്റിൻ മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 മീറ്ററിൽ ഒതുക്കിയത്. സാധാരണ ഒരു 44 ഇഞ്ചിൻ്റെ സാറ്റിൻ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മീറ്ററെങ്കിലും മിനിമം വേണ്ടി വരും. ഇനി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ സാധാരണ കോട്ടൺ മെറ്റീരിയലാണ്. അത് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 2.5 അല്ലെങ്കിൽ 2.25 മീറ്ററോളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ മെറ്റീരിയൽ കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ നെറ്റിൻ്റെ ഫോൾഡിങ് മാറ്റാതെ തന്നെ സൈഡിൽ നിന്ന് അതിൻ്റെ സെൽഫ് എഡ്ജ്, അതായത് തേര് ഭാഗത്തിന് അല്പം കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേര് ഭാഗം കട്ട് ചെയ്ത് മാറ്റുവാണ്. നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മുടെ ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷനിലേക്ക് 2 ലെയറാണ് വരുന്നത്. ആ 2 ലെയറിൻ്റെ അറ്റത്തും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ നെറ്റ് മെറ്റീരിയലിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത് നമ്മുടെ ഈ ഫ്രിൽസിനുള്ള മെറ്റീരിയലാണ്. അപ്പോൾ എല്ലാ ഫ്രില്ലിലും ഞാൻ കൊടുക്കുന്നത് ഒരു 3 ഇഞ്ച് വിഡ്ത്തിനാണ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫ്രോക്കിൽ നമുക്ക് ഫ്രിൽസ് വരുന്നത് നമ്മുടെ ബോട്ടം പോർഷനിലേക്കുള്ള 2 നെറ്റിൻ്റെ ലെയറിലും അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിന് പകരമായിട്ട് നമ്മൾ ഷോൾഡറിൽ ഇതുപോലുള്ള ഫ്രിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനും കൂടി വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ആദ്യമേ തന്നെ നമ്മൾ നെറ്റിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നെറ്റിൽ നിന്ന് ഞാൻ വേറെ പീസുകളൊന്നും മാറ്റിയിട്ടില്ല. ആ 8 മീറ്റർ നെറ്റും ഞാൻ അതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ടു. അതിനുശേഷം അതിൻ്റെ തേര് ഭാഗം കട്ട് ചെയ്തു. ഇനി കട്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രിൽസുകളാണ്. ഇതേപോലെ 3 ഇഞ്ച് വിഡ്ത്തും 8 മീറ്റർ നീളവുമുള്ള 8 പീസുകളാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബാക്കിയുള്ള നെറ്റിലെയും തേര് ഭാഗം, അതായത് ഓപ്പോസിറ്റ് സൈഡിലെ തേര് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബോട്ടം പോർഷനിലേക്കുള്ള നീളം കൂടിയ ലെയറിന് 19 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ ബോട്ടം പോർഷനിൽ ഏറ്റവും കൂടിയ ലെയറിന് 19 ഇഞ്ച് ഇറക്കവും അതുപോലെ തന്നെ 3 മീറ്റർ നീളത്തിലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിനും ഒരു 13 അല്ലെങ്കിൽ 14 ഇഞ്ച് ഇറക്കത്തിലാണ് നമുക്ക് കൊടുക്കാം. കാരണം നമ്മുടെ 2 ഫ്രിൽസും നല്ല തിക്നെസ്സിൽ കൊടുക്കുന്നത് കൊണ്ട് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ അല്ലെങ്കിൽ ഒരേ ഇറക്കത്തിൽ വന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 13 ഇഞ്ചിനാണ് സെക്കൻഡ് ലെയർ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 13 ഇഞ്ചും 3 മീറ്റർ നീളത്തിലുമാണ് ചുരുക്കിയിട്ടെടുക്കാൻ വേണ്ടി നമ്മൾ 3 മീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ടിലേക്കുള്ള 2 നെറ്റിൻ്റെ ലെയേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലെയേഴ്സിലായിരിക്കും ഇതിൻ്റെ ബോട്ടം ആയത്, അതായത് ഇതിൻ്റെ താഴെ ഭാഗത്തായിരിക്കും നമ്മുടെ ഫ്രിൽസ് വരുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടം പോർഷനിലേക്കുള്ള നമ്മുടെ നെറ്റിൻ്റെ ലെയേഴ്സിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് സാറ്റിൻ കട്ട് ചെയ്യാൻ പോകണം. അതായത് നമ്മുടെ വേസ്റ്റ് തൊട്ട് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് വരെയുള്ള ആ ഒരു പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞാനപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 2 മീറ്റർ നീളത്തിലാണ് ഈ സാറ്റിൻ മെറ്റീരിയൽ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 2 മീറ്റർ നീളത്തിലും അതുപോലെ തന്നെ 21 ഇഞ്ചസ് ആണ് നമ്മൾ ഇറക്കം കൊടുക്കുന്നത്. കാരണം നെറ്റ് നമ്മൾ മടക്കി അടിക്കാറില്ല, പക്ഷേ സാറ്റിൻ നമുക്ക് മടക്കി അടിക്കേണ്ടത് കൊണ്ട് നമ്മുടെ ഏറ്റവും ലെങ്ത് കൂടിയ ലെയറായ 19 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ, നെറ്റിൻ്റെ 19 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു
2.5 മീറ്ററോളമാണ് നമ്മൾ കോട്ടൺ ലൈനിങ് ഇതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഫ്രോക്ക് ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ആ 2.5 മീറ്റർ മെറ്റീരിയലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു മീറ്ററോളം നമ്മൾ മുറിച്ചെടുത്തിട്ട് അതിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യുന്നത്. കോട്ടൺ ലൈനിങ്ങിന് നോർമലി വിട്ട് വരുന്നത് 32 ഇഞ്ചസ് ആണ്. അപ്പോൾ 16 ഇഞ്ച് ഇറക്കത്തിനാണ് നമ്മളിത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടം പോർഷനിലേക്കുള്ള നമ്മുടെ എല്ലാ മെറ്റീരിയൽസിൻ്റെയും കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ യോക്ക് പാർട്ടിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട്, അതായത് മുകളിലത്തെ ഭാഗമാണ് നമ്മളിനി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ എക്സസ് ഉള്ള ക്ലോത്ത് നമ്മൾ മടക്കി ഇടുകയാണ്. അപ്പം ഓരോ ലെയർ വെച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അതായത് ലൈനിങ്ങിൻ്റെ, കോട്ടൺ ലൈനിങ്ങിൻ്റെ ഒരു ലെയർ, സാറ്റിൻ്റെ ഒരു ലെയർ, നെറ്റ് മാത്രം നമ്മൾ 2 ലെയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം സാറ്റിൻ്റെ ആ ഒരു ഗ്ലേസിങ് പുറത്തേക്ക് അത്ര വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് മാത്രം നമ്മൾ 2 ലെയേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ 8 വയസ്സുള്ള കുട്ടിക്ക് തന്നെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരു 6 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതായത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിടുമ്പം 6 ഇഞ്ച്, ടോട്ടൽ 12 ഇഞ്ച്. ഹോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 5 ഇഞ്ച് ഇറക്കത്തിനാണ്. ടോട്ടൽ ചെസ്റ്റ് സൈസ് നമുക്ക് വരുന്നത് 24 ആണ്. അപ്പോൾ 24നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 6 ഇഞ്ചാണ് വരുന്നത്. അപ്പം 6 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി 7.5 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷനിൽ മാർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ഇഞ്ചും കൂടെ, അതായത് 7.5 എന്നുള്ളത് 8 ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം പലതരത്തിലുള്ള പ്ലീറ്റ്സ് ഇതിൻ്റെ മുകളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സ്റ്റിച്ചിങ് വരുമ്പോഴത്തേക്കിനും ക്ലോത്ത് ഷ്രിങ്ക് ആകാൻ, അതായത് ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെസ്റ്റിന് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴേക്ക് വരുമ്പം അതൊരു 7.5 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 8 ഇഞ്ചായിട്ട് തന്നെ കൊടുക്കാം. നമ്മുടെ ഈ യോക്ക് പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 13 ഇഞ്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് അഡീഷണൽ ആയിട്ട് കൂട്ടി 14 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തതിൽ നിന്നും താഴത്തെ വേസ്റ്റ് ലൈൻ വരെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആം ഹോൾ കർവ് മാർക്ക് ചെയ്യുകയാണ്. അപ്പം കുട്ടികളുടെ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ അല്പം വിടർത്തി കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് കുത്തിക്കൊള്ളാതൊക്കെ ഇരിക്കാൻ ഏറ്റവും ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇറക്കമിട്ടിട്ട് തന്നെയാണ് ആം ഹോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ആം ഹോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മാർക്കിങ്ങിലൂടെ നമ്മുടെ മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മെയിൻ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബാക്ക് പീസിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കോട്ടൺ ലൈനിങ്ങും സാറ്റിനും മാത്രമാണ്. കാരണം ബാക്ക് പീസിൽ നമുക്ക് ഫുള്ള് കവർ ചെയ്ത് നമ്മൾ നെറ്റിൻ്റെ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് സൈഡ് വശത്തുനിന്ന് മാത്രമേ ഉള്ളൂ നെറ്റിൻ്റെ പ്ലീറ്റ്സ്. അപ്പോൾ അതുകൊണ്ടാണ് നെറ്റ് യൂസ് ചെയ്തിട്ട് 2 മെയിൻ പീസുകളും കൂടി ഞാൻ കട്ട് ചെയ്ത് എടുത്തത്. ബാക്ക് കട്ട് ചെയ്യാൻ നേരം ഞാൻ ആ ഫ്രണ്ട് പീസ് അതേപോലെ എടുത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ മാത്രം ഒരു 1 ഇഞ്ചോളം സ്പേസ് വിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് സിപ്പർ അറ്റാച്ച് ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ ആ ഒരു സ്പേസ് അവിടെ വിട്ടിരിക്കുന്നത്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ സാറ്റിനും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത കോട്ടൺ മെറ്റീരിയൽസ് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് നെറ്റാണ് പുറമേ വരുന്നത്. അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിന് ശേഷം നമുക്കിത് അയൺ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് ഒത്തിരി ഫോൾഡിങ്സ് അല്ലെങ്കിൽ ഒത്തിരി മടക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ശേഷം അത് നിവർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ അയൺ ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അയണിങ്ങിന് ശേഷം ഫ്രണ്ടിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്ത 2 നെറ്റിൻ്റെ പീസും അതുപോലെ തന്നെ സാറ്റിൻ മെറ്റീരിയലും കൂടെ സൈഡ് വശം ഞാനൊന്ന് ജോയിൻറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് അടിച്ച് ചേർത്തിട്ടില്ല. നമ്മുടെ തമ്പനയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ നെക്ക് പാർട്ടിലേക്കുള്ള ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ട് ഞാൻ നെക്കിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് കൊടുക്കുവാണ്. അപ്പം നെക്കിന് ഷോൾഡർ ഭാഗത്ത് വിട്ട് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ സാധാരണ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ മാർക്കിങ്ങിനായിട്ട് ഒത്തിരി ടൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ ഗ്ലാസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന മാർക്കേഴ്സ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബേസിക്കലി അതിനൊരു വൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യെല്ലോ ഷെയ്ഡിലെ വൈറ്റ് അത്ര വിസിബിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാനിത് മാർക്ക് ചെയ്യുന്നത്. നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം തിക്നെസ്സിൽ നമുക്ക് ബീഡ്സ് അറ്റാച്ച് ചെയ്യേണ്ട പോർഷനും ഞാൻ നെക്കിനോട് ചേർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇവിടെ നമ്മൾ നെക്കിനോട് ചേർന്ന് ഒരു 1 ഇഞ്ച് തിക്നെസ്സിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് സ്പ്രെഡ് ആയിട്ട് വരത്തക്ക രീതിയിലും നമ്മൾ ബീഡ്സ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർക്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ബീഡ്സും അതുപോലെ തന്നെ പേൾസ്, അതായത് ഹാഫ് ബീഡ്സും അതുപോലെ തന്നെ സ്റ്റോൺസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പം സാധാരണ സൂചിയും നൂലും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിരിക്കുന്നത്. നോർമലി ബുട്ടീക്കുകളിലൊക്കെ സാധാരണ ചെയ്യുന്നത് ആരി നീഡിൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പം എനിക്കതത്ര യൂസർ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ സൂചിയും നൂലും യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അതാണ് പേഴ്സണലി. അപ്പം ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്, ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് ശേഷം എങ്ങനെയാണ് ക്ലോത്ത് കട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു വലിയ അല്ലെങ്കിൽ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഒരു മെഷർമെൻറ്റ് പേപ്പറിലേക്ക് കട്ട് ചെയ്തിട്ട് ആ കട്ടിങ്സ് എടുത്ത് നമ്മുടെ ക്ലോത്തിൽ വെച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ മാർക്കിങ്ങിൻ്റെ ഉള്ളിലായിട്ട് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്കുള്ള ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹാഫ് ബീഡ്സും അതുപോലെ ഇതുപോലുള്ള സ്റ്റോൺസും ഇതുപോലെയുള്ള ഗോൾഡൻ ബീഡ്സുമാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി നെക്കിൽ തിക്നെസ്സിന് വേണ്ട 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാർക്കിങ്ങിനുള്ളിലായിട്ട് സ്പ്രെഡഡ് ആയിട്ട് ഞാൻ നമ്മുടെ സ്റ്റോൺസ് അറ്റാച്ച് ചെയ്യുകയാണ്. അതിന് ശേഷമാണ് നമ്മുടെ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇത് തിക്നെസ്സോടുകൂടി ഞാൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലോത്ത് അല്പം വലുതായതുകൊണ്ട് തന്നെ നമുക്കിത് കൈ പിടിച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മൾ ടേബിളിൻ്റെ എഡ്ജിലേക്ക് ക്ലോത്ത് വലിച്ചിട്ട ശേഷം വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം മറുവശത്ത് വെച്ച്, അതായത് ക്ലോത്ത് താഴേക്ക് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ഭാഗം അത്യാവശ്യം ലൂസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. അല്ലെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രെയിമിലിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഓൾറെഡി ഞാനിത് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രെയിമിൽ ഇത് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കാനോ തൊടിഞ്ഞു പോകാനോ ഉള്ള സാധ്യതയുണ്ട്. സ്റ്റോൺസ് വെച്ചതിന് ശേഷം ഇനി ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാഫ് ബീഡ്സ് ആണ്. അതായത് നമ്മുടെ പേളിൻ്റെ കളറിലുള്ള ഓഫ് വൈറ്റ് നിറത്തിലുള്ള ബീഡ്സ് ആണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഈ ഗോൾഡൻ ബീഡ്സ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു 1 ഇഞ്ച് തിക്നെസ്സിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു സ്പേസ് പോലും ഇല്ലാതെ തിക്നെസ്സോട് കൂടി വെക്കാൻ വേണ്ടി പോവാണ്. ഇതുപോലെ നമ്മൾ ഗോൾഡൻ ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ആ ഒരു 1 ഇഞ്ച് തിക്നെസ്സിന് നമ്മൾ കൊടുത്തതിന് ശേഷം താഴേക്ക് ഈ പേൾസും സ്റ്റോൺസും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സും സ്പ്രെഡഡ് ആയിട്ട് താഴേക്ക് നമ്മൾ കൊടുത്തിരിക്കുവാണ്. ഇനി ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുപോലെ ബാക്ക് പാർട്ടിൽ, അതായത് നമ്മുടെ ഈ തയ്യൽ കാണുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ എല്ലാ പാർട്ടിലും അല്പം ഗം, അതായത് നമ്മുടെ ഈ പശ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം എവിടെന്നെങ്കിലും ഒരിടത്തുനിന്ന് സ്റ്റിച്ചിങ് വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്ത് കംപ്ലീറ്റ് ആയിട്ട് പോകാതിരിക്കാൻ ഇങ്ങനെ നമ്മൾ ഗം യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ നെറ്റ് യൂസ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വി ഷേപ്പിൽ ബീഡ്സിനെ സ്പ്രെഡഡ് ആയിട്ട് കൊടുത്തത്. ഇതുപോലെ കുറേ ഭാഗം പ്ലീറ്റ്സ് വന്ന് ഹൈഡ് ചെയ്തു പോകും. അപ്പോൾ ആ ഭാഗത്തൊന്നും നമ്മൾ ബീഡ്സ് കൊടുത്തിട്ടില്ല. ബാക്കി വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ പ്ലീറ്റ്സും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തുമ്പ ഇറങ്ങി പോകാതെയൊക്കെ നീറ്റായിട്ടിരിക്കാൻ വളരെ ഹെൽപ്പായിരിക്കും.
വശത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശവും ഇതുപോലെ തന്നെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് വശവും പ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ലൈനിലും ഒരു 1 ഇഞ്ച് വിഡ്ത്തിൽ വർക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ നെക്കിന് കൊടുത്ത അതേ വിഡ്ത്തിന് തന്നെ നമ്മുടെ വേസ്റ്റ് ലൈനിലും ഒരു വർക്ക് അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ നെക്കിന് ചെയ്തതുപോലെ തന്നെ ആദ്യം നമ്മുടെ സ്റ്റോൺസും അതുപോലെ തന്നെ ഹാഫ് ബീഡ്സും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഒരു സ്പേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ആ ഒരു ഇടയ്ക്കുള്ള സ്പേസ് ഫുള്ള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. താഴെ ഇതുപോലെ സ്പേസ് വിട്ടതിന് ശേഷം വേണം നമ്മൾ ബീഡ്സ് അറ്റാച്ച് ചെയ്യാൻ. കാരണം നമുക്കവിടെ ബോട്ടം പാർട്ടുകൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പേസ് വിട്ടതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ബീഡ്സ് അറ്റാച്ച് ചെയ്യാൻ. നമ്മൾ ബാക്ക് പീസിൽ മെയിൻ പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളതിന് സിപ്പേഴ്സ് ഇടാനുള്ള കട്ടിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്ക് പാർട്ടിലും ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കിൽ നമുക്ക് വേറെ ബീഡ്സ് വർക്കൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ആണ് ബാക്കിൽ കൊടുക്കുന്നത്. ഇവിടെ ഞാനിപ്പം ഓരോ പ്ലീറ്റ്സും അടിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ഇച്ചിരി സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേൾ പിന്ന് യൂസ് ചെയ്തിട്ട് ഫുള്ള് പ്ലീറ്റ്സും കൊടുത്തതിന് ശേഷം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാവും. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബാക്കിൽ പ്ലീറ്റ്സ് കൊടുത്തെടുക്കാം. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും, അതായത് ലെഫ്റ്റും റൈറ്റും ബാക്ക് പീസുകൾ നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. അപ്പം ഞാൻ ഓരോ സ്റ്റിച്ചും കൊടുത്തിട്ട് ഞാനത് വലിച്ചു കാണിച്ചത്. നമ്മളങ്ങനെ ഓരോ സ്റ്റിച്ചും കൊടുക്കുമ്പോൾ അല്പം ഒന്ന് വലിഞ്ഞാലും അതിൻ്റെ ആ ഒരു നീറ്റ്നെസ് നമുക്ക് നഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും അത്യാവശ്യം എല്ലാ മെയിൻ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് പീസിനെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ നെക്ക് ലൈനിങ് വെച്ചിട്ട് മറിച്ചടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ഫൂട്ടർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വർക്കുള്ളത് കൊണ്ട് തന്നെ സിംഗിൾ ഫൂട്ടർ ഞാൻ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ വർക്കിനോട് ചേർത്ത് പുറത്ത് നിന്ന് അകത്തേക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി പോത്തക്ക രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ, അതായത് നമ്മുടെ വർക്ക് ചെയ്ത വശത്തോട് ഫേസ് ചെയ്ത് കോട്ടൺ ക്ലോത്ത് വെച്ചതിന് ശേഷം നെക്ക് അടിക്കുന്നു. അതിനുശേഷം നോച്ചസ്, അതായത് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടി കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പുറത്തുനിന്ന് അകത്തേക്ക് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ബാക്ക് പീസ് രണ്ടും ഫ്രണ്ട് പീസിനോട് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിലെ നെക്കിൻ്റെ ആ ഒരു വിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ ആ ഒരു ഷോൾഡർ വിത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിലേക്കുള്ള നെക്കിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കിൽ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സിപ്പർ വെക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ താഴെ സ്റ്റോപ്പർ ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സിപ്പർ നമ്മൾ നേരെ വെച്ചതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വൺ സൈഡ് ഇതുപോലെ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത്, അതായത് റണ്ണർ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ അടുത്ത വശവും നമുക്ക് ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്യാം. ഈ ഒരു സൈഡ് നമ്മൾ അടിക്കാൻ നേരം താഴെ നിന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഫൂട്ടർ, അതായത് നമ്മുടെ മെഷീൻ്റെ ഫൂട്ടർ വരുന്നത് ആ ഒരു വശത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ നേരം നമ്മുടെ സിപ്പറിൻ്റെ ലെവൽ ഒരേപോലെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ക്ലോത്തിൻ്റെ ഒരേ ഭാഗത്തു നിന്ന് തുടങ്ങി ഒരേ ഭാഗത്ത് തന്നെയാണ് അവസാനിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. രണ്ട് സൈഡും ഒരേപോലെ ആക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമ്മൾ സിബ് വെച്ച് കഴിയുമ്പോൾ ഇതേപോലെയാണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈനിങ്, കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഈ സിബിൻ്റെ വൺ സൈഡും അതുപോലെ തന്നെ നമ്മുടെ നെക്കും ഒരുമിച്ച് ഫിനിഷ് ചെയ്ത് എടുക്കുവാണ്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിന് ചെയ്തതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ എക്സസ് ഉള്ള ക്ലോത്തിൽ നമുക്ക് കട്ടിങ്സ്, അതായത് നോച്ചസ്, ചെറിയ രീതിയിലുള്ള കട്ടിങ്സ് ഇതേപോലെ ഇട്ട് കൊടുക്കാം.
അതിനുശേഷം നമ്മളിതാ ഇതുപോലെ കോട്ടൺ ക്ലോത്ത്, അതായത് കോട്ടൺ ലൈനിങ് ബാക്കിലേക്ക് മടക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഇതുപോലെ നെക്കും അതേപോലെ സിബും ഫിനിഷ് ആയിട്ട് കിട്ടും. നമ്മൾ ബാക്കിൽ സിപ്പ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നെക്കും അതേപോലെ തന്നെ സിബും ഫിനിഷ് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും മെയിൻ പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡറുകൾ തമ്മിൽ, അതായത് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ, അതായത് നെറ്റ് വരുന്ന ഭാഗം ഫേസ് ടു ഫേസ്, അതായത് ചേർത്ത് വെച്ചതിന് ശേഷം ബാക്കിലെ ലൈനിങ് ഫ്രണ്ടിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതേപോലെ ഫിനിഷ്ഡ് ആയിട്ട് കിട്ടും. നമ്മുടെ ഷോൾഡറിൽ നിന്ന് തയ്യൽ തുമ്പ് പുറത്തേക്ക് വരാതെ ഫിനിഷ് ആയിട്ട് ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോട്ടം പാർട്ടിൽ ചെയ്തെടുക്കാൻ പോകുന്നത്, നമ്മൾ 3 ഇഞ്ച് വിഡ്ത്തിന് കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് കംപ്ലീറ്റ് നമ്മൾ ഫ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ആദ്യമേ 2 പീസിൻ്റെ സൈഡിൽ ഫ്രില്ലിട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സൈഡിൽ ഫ്രില്ലിട്ടെടുക്കുന്ന ഈ പീസ് നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സൈഡിൽ പ്ലീറ്റ്സിട്ടെടുത്ത പീസ് നമ്മൾ 3-4 ലെയർ കൊടുത്ത് നല്ല തിക്നെസ്സിലാക്കിയിട്ടാണ് നമ്മളത് സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്രയും തിക്നെസ്സിൽ അടിച്ചെടുത്ത ആ ഒരു ഫ്രിൽസ് നമ്മൾ നമ്മുടെ സ്ലീവായിട്ട് ആം ഹോളിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫ്രില്ല് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് പതിപ്പിച്ച് അടിക്കുവാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് മറ്റേ സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുക്കാം. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ പതിപ്പിച്ചും എടുക്കാം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് വശം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അതായത് വണ്ണത്തിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ മെയിൻ പരിപാടികളൊന്നുമില്ല. ഇനി നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് നമ്മുടെ താഴത്തെ ഫ്രിൽസുകളൊക്കെ സെറ്റ് ചെയ്യണം. അത് ഈ ഒരു പീസിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ബോട്ടം പാർട്ടിലെ ഫ്രില്ലുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കോട്ടൺ ലൈനിങ് നമ്മൾ 2 പീസായിട്ടായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ആ 2 പീസും ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ പ്ലീറ്റ് ചെയ്യുന്നത്. പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ മറുവശം കൂടി ജോയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ്. അതായത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം ഞാനൊന്ന് അടിച്ച് ക്ലോസ് ചെയ്തെടുക്കുകയാണ്.
ക്ലോസ് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ആ ഒരു വേസ്റ്റ് വണ്ണത്തിന് നമ്മൾ ടോപ്പ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വണ്ണം മെഷർ ചെയ്തിട്ട് ആ ഒരു വണ്ണത്തിനാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം അടിച്ചെടുത്ത, അതായത് ഫിനിഷ് ചെയ്തെടുത്ത ആ ഒരു കോട്ടൺ ലൈനിങ് ഞാൻ നെക്കിലൂടെ ഉള്ളിലേക്ക് കയറ്റി ഇതുപോലെ വെച്ച് വട്ടത്തിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു വേസ്റ്റ് ലൈൻ ജോയിൻറ്റിങ് ആണ് ഏറ്റവും ടഫായിട്ട് വരുന്നത്. കാരണം നമ്മൾ ഓരോ ലെയർ അറ്റാച്ച് ചെയ്യുമ്പം നമ്മുടെ തിക്നെസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മെഷീനിൽ വെച്ചിട്ട് അത് അടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ലൈനിങ് ആയതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സാധാ ഫൂട്ടറിട്ട് തന്നെ അടിക്കുന്നത്. അതപ്പോൾ അല്പം ഇറക്കി വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മുകളിലത്തെ ലെയേഴ്സ് അറ്റാച്ച് ചെയ്യാൻ നേരം സിംഗിൾ ഫൂട്ടർ ഇട്ടിട്ട് നമ്മുടെ ആ ബീഡ്സിനോട് ഏറ്റവും ചേർന്ന് വരത്തക്ക രീതിയിൽ നമുക്ക് അടിക്കണമെങ്കിൽ സിംഗിൾ ഫൂട്ടർ ആവശ്യമാണ്. അതുകൊണ്ട് സിംഗിൾ ഫൂട്ടർ ഇട്ടിട്ടായിരിക്കും അടിക്കുന്നത്. അങ്ങനെ നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെറ്റിന് ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ നെറ്റിന് 2 ലെയേഴ്സാണ് നമുക്ക് വരുന്നത്. ഒന്നൊരു 19 ഇഞ്ചിനും ഒന്നൊരു 13 ഇഞ്ചിൻ്റെയും 2 ലെയേഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 19 ഇഞ്ച് ഇറക്കത്തിൻ്റെ ആ ഒരു ക്ലോത്തിൽ ഫ്രില്ലിട്ട് നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ അപ്പർ പാർട്ടിലെ ആ വണ്ണത്തിനനുസരിച്ച് നമ്മൾ ഈ നെറ്റിൻ്റെയും സൈഡ് അടിച്ച് ആ ഒരു വണ്ണത്തിലാക്കി എടുക്കുവാണ്. അപ്പോൾ ഞാൻ ഇതേ ഒരു മെത്തേഡിൽ തന്നെ നമ്മുടെ 2 ലെയേഴ്സും ഫ്രില്ല് ചെയ്ത് സൈഡ് അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഈ നെറ്റിൻ്റെ ലെയേഴ്സ് നമ്മുടെ ആ ഒരു യോക്ക് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ ഫൂട്ടർ ഒന്ന് മാറ്റുന്നുണ്ട്. നമ്മുടെ സിംഗിൾ ഫൂട്ടർ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ നെറ്റിൻ്റെ ലെയേഴ്സ് യോക്ക് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്ത നെറ്റ് വേസ്റ്റിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന ലെയർ നമ്മുടെ ഏറ്റവും ഇറക്കം കുറഞ്ഞ ലെയറാണ്. നമ്മൾ ആദ്യം നെറ്റിൻ്റെ ലെയറാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്പണിങ്സ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ വട്ടത്തിലാണ് അടിച്ച് പോണത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ഓരോ ലെയേഴ്സും അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേസ്റ്റ് ലൈനിലുള്ള സ്റ്റിച്ചിങ് പുറത്ത് കാണാതെ, അതായത് ഉള്ളിൽ നിന്ന് നോക്കിയാലും അതുപോലെ തന്നെ പുറമേ നിന്ന് നോക്കിയാലും കാണാത്ത രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ വേസ്റ്റ് ലൈനിലെ തിക്നെസ് കാരണമുള്ള കുത്തിക്കൊള്ളുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മുടെ നീളം കൂടിയ നെറ്റിൻ്റെ ലെയർ, അതായത് നമ്മൾ ഫ്രില്ലിട്ട നെറ്റിൻ്റെ ലെയർ നമ്മൾ ഇതേമാതിരി തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യുവാണ്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ നമ്മൾ മുൻപ് അടിച്ചെടുത്ത യോക്കും ആ നെറ്റിൻ്റെ ലെയറും കൂടെ ഇതേപോലെ നമ്മുടെ അടുത്ത ലെയറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ അടിച്ച് എടുക്കുന്നത്. നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും തിക്നെസ് കൂടിയ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേസ്റ്റ് ലൈനാണ്. കാരണം ഒത്തിരി ലെയേഴ്സ് വരും തോറും നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടിയും കൂടി വരികയാണ്. അതായത് നമുക്ക് മറ്റ് ക്ലോത്തുകളൊക്കെ ഇടയിൽ കയറാതെയും, അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ ലെവലാണോന്നും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഓരോ പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോയിൽ ഞാൻ ഈ പാർട്ടൊക്കെ അല്പം സ്പീഡാക്കി കാണിക്കാനുള്ള കാര്യം, നമ്മൾ സ്ലോ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തും അത്രയും തന്നെ കൂടും. സ്റ്റിച്ചിങ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ വീഡിയോയ്ക്ക് അല്പം സ്പീഡ് കൂട്ടിയിടുന്നത്.
അങ്ങനെ നമ്മുടെ നെറ്റിൻ്റെ 2 ലെയേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാറ്റിൻ ലെയറിന് പ്ലീറ്റ് ഇട്ട ശേഷം അത് ആ വേസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ സാറ്റിന് ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് നമ്മുടെ ആ വേസ്റ്റ് വണ്ണത്തിനനുസരിച്ച്, അതായത് വേസ്റ്റ് വണ്ണം മെഷർ ചെയ്തിട്ട് വേണം സൈഡുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എക്സസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെ ഇനി കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ അഡീഷണൽ പീസ് വെച്ചിട്ട് ഒന്നുകൂടെ പ്ലീറ്റ് ചെയ്ത് കറക്റ്റ് വണ്ണത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രില്ല് ചെയ്തെടുത്ത നമ്മുടെ സാറ്റിൻ മെറ്റീരിയൽ നമ്മൾ ആ ഒരു വേസ്റ്റ് പാർട്ടിലേക്ക് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വേസ്റ്റ് ലൈനിലേക്ക് എല്ലാ പീസുകളും, അതായത് നമ്മുടെ കോട്ടൺ ലൈനിങ്ങും സാറ്റിനും അതുപോലെ തന്നെ നെറ്റിൻ്റെ 2 ലെയേഴ്സും നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ആ ഫ്രില്ലുകൾ നമ്മുടെ ഈ നെറ്റിൻ്റെ 2 ലെയേഴ്സിലേക്കും അതിൻ്റെ എൻഡിലായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാറ്റിൻ്റെ ആ ലെയർ ഒന്ന് നമ്മൾ മടക്കിയടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് 1 ഇഞ്ചിന് മടക്കി ഒന്ന് അടിച്ചതിന് ശേഷമാണ് അടുത്ത സ്റ്റിച്ചിങ് ആയിട്ടാണ് അടുത്ത ഫോൾഡിങ്ങും അടുത്ത സ്റ്റിച്ചിങ്ങും കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഫോൾഡിങ് അറ്റ് എ ടൈം കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ കോട്ടൺ ലൈനിങ് ഫോൾഡ് ചെയ്തടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കോട്ടൺ ലൈനിങ് ഇച്ചിരി ഇറക്കം കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ ഓൾറെഡി സാറ്റിൻ മെറ്റീരിയൽ വരുന്നത് കൊണ്ട് ഉള്ളിലേക്ക് വിസിബിൾ ആയിരിക്കുകയില്ല. പിന്നെ കുട്ടികളുടെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് ലെയറായ കോട്ടൺ ലെയർ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. കുട്ടികളുടെ ഫ്രോക്ക് ചെയ്യാൻ നേരം എപ്പോഴും ഇതുപോലെ കോട്ടൺ ലൈനിങ് ഉള്ളിൽ കൊടുക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. അവർക്ക് കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് നല്ലതായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോട്ടൺ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ചിലർ സാറ്റിൻ ലൈനിങ് ഒഴിവാക്കി എക്സാക്റ്റ് കളറിലെ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഫ്രില്ലുകൾ ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. അപ്പം നമ്മൾ 3 ഇഞ്ച് വിഡ്ത്തിനും അതുപോലെ തന്നെ 7 ഇഞ്ച് ലെങ്ത്തിന് 7 ഇഞ്ചല്ല 7 മീറ്റർ ലെങ്ത്തിനും നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ആ ചെറിയ ക്ലോത്ത് ഞാൻ ഇതേപോലെ ഫ്രില്ല് ചെയ്ത് എടുക്കുവാണ്. നമ്മൾ സ്ലീവ്സിന് ഫ്രില്ലടിച്ചതിന് ശേഷം ബാക്കി വരുന്ന എല്ലാ ക്ലോത്തും നമ്മൾ ഇതേപോലെ തന്നെ ഫ്രില്ല് ചെയ്ത് എടുക്കുവാണ്. മാക്സിമം നമുക്ക് എക്സസ് വന്ന ക്ലോത്ത് ഉണ്ടെങ്കിൽ അതും ഞാൻ ഇതുപോലെ ഫ്രില്ല് ചെയ്തെടുത്ത് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത്രയും തിക്നെസ് വരുമ്പോൾ അത് അത്രയും ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം ക്ലോത്ത് ഞാൻ ഇതുപോലെ ഫ്രില്ല് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നത്.
അപ്പോൾ എൻ്റെ കയ്യിൽ എക്സസ് വന്നിട്ടുള്ള മുഴുവൻ ക്ലോത്തും ഞാൻ ഇതേപോലെ ഫ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എക്സസ് എന്തോരം വരുന്നത് അത്രയും ഫ്രില്ല് ചെയ്ത് നമുക്ക് ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഫ്രോക്കിൻ്റെ ആദ്യത്തെ ലെയർ, അതായത് ഇറക്കം കുറഞ്ഞ ആ ലെയറിലേക്ക് നമ്മുടെ ഈ ഫ്രില്ലുകൾ അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഒരു ഫ്രില്ലിന് മുകളിലായിട്ട് മറ്റൊന്നുകൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഫ്രില്ലിന് അത്രയും തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ടാണ് 2 ഫ്രിൽസ് ഒരുപോലെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഒരു ലെയറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് 2 സ്റ്റെപ്പ് പോലെ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും. എൻ്റെ കയ്യിൽ അത്രയും എക്സസ് ക്ലോത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സിംഗിൾ ലെയറിൽ 2 ഫ്രിൽസ് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ആദ്യത്തെ ലെയറിൽ, അതായത് ഇറക്കം കുറഞ്ഞ ആ ഒരു നെറ്റിൻ്റെ പ്ലീറ്റിൽ നമ്മൾ ഇതുപോലെ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കം കൂടി, അതായത് 19 ഇഞ്ചിന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ലെയറിലേക്ക് ഇതേപോലെ ഫ്രില്ലുകൾ അറ്റാച്ച് ചെയ്യാം. ഇവിടെയും നമ്മൾ 2 ഫ്രില്ല് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ടാറ്റാ.